നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അടുക്കളയില് പൗലോസേട്ടനുമായിട്ട് സംസാരിക്കുവാണ് അലീന. പൗലോസേട്ടന് നൂറ് സംശയങ്ങളായിരുന്നു അലീനയെ കുറിച്ച്. പെട്ടെന്നൊരു ദിവസം ഇങ്ങോട്ടേക്ക് വന്ന് പെൺകൊച്ചല്ലേ, അവൾ ആരാ എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഈ പറയുന്ന സ്റ്റാലിയുടെ മകളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഇവൾ എവിടെയായിരുന്നു ഇത്രയും കാലം? പിന്നീട് അലീനയോട് ചോദിച്ചു, അല്ല കുട്ടി ഇതിനു മുമ്പ് എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ ഇതിനു മുമ്പ് പാലായിലായിരുന്നു. പാലായിൽ എവിടെയായിരുന്നു? അത് കടപ്പാട്ടൂര്. അവിടെ അത് പിന്നെ ആരുടെ അടുത്ത്? അവിടെ എൻ്റെ അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ്റെ അടുത്തോ? അപ്പം അതെങ്ങനെ ശരിയാവും? ഇതൊരച്ഛൻ അതൊരച്ഛൻ. പൗലോസേട്ടൻ ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി. പൗലോസേട്ടൻ പറഞ്ഞു, അല്ല കുട്ടി ആദ്യം പറഞ്ഞ് സ്നേഹനികേതനം എന്നൊരു ഓർഫനേജിലാണെന്നല്ലേ? അതെ, അവിടെ 23 വർഷക്കാലം അവിടെയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പാലായിലൊരു വീട്ടിൽ ജോലിക്കായിട്ട് വന്നേ. എന്ത് ജോലിക്കായിട്ട് വന്നത്? അത് അവിടെ തൂത്തു അടയ്ക്കാനും കഞ്ഞിയും കറിയൊക്കെ വെക്കാനും അടുക്കളപ്പണിയൊക്കെ ചെയ്യാനും എല്ലാ ജോലിയും വീട്ടുജോലിയും മൊത്തം. പൗലോസേട്ടൻ കൂടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കേണൽ സാബിൻ്റെ മോള് ഒരു വീട്ടു ജോലിക്ക് നിൽക്കാനോ? അതെങ്ങനെ? അല്ല മോളെ, അതെങ്ങനെ ശരിയാകും? അപ്പോഴേക്കും അലീന പറഞ്ഞു, അതങ്ങനെയൊക്കെയാ പൗലോസേട്ടാന്ന് പറഞ്ഞു. അയാൾ കാകപ്പാടൊരു അമ്പരപ്പായി. കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കേണൽ സാബിന്റെ മോൾ എന്തിനാ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നേ? പിന്നെ അവിടുത്തെ ആൾ അച്ഛാന്ന് വിളിക്കുന്ന എന്തിനാന്നുള്ള ചോദ്യത്തിന് അലീന ഉത്തരം കൊടുത്തു. അതെ, എന്നെ അവിടുത്തെ അച്ഛൻ നോക്കുന്ന സ്വന്തം മോളെ പോലെയാ. ഒരു ജോലിക്കാരിയായിട്ടായിരുന്നില്ല. പിന്നെ അവിടെ എൻ്റെ കൂടപ്പുറപ്പുകളുണ്ട്. കൂടപ്പുറപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മക്കള്. അവരെന്നെ ചേച്ചിയായിട്ടാ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പൗലോസിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ട് അത്ര സ്നേഹത്തോടു കൂടിയിട്ടാ അവരവിടെ കഴിഞ്ഞിരുന്നേന്നുള്ള കാര്യം. അങ്ങനെ അലീന അടുക്കളയിൽ നിന്ന് നേരെ മുറിയിലേക്ക് പോരുവാണ്. മുറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അലീന ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ ഞാൻ പുനലൂർ വന്ന് റൂം എടുത്തെന്ന് പറഞ്ഞു. അല്ലച്ചാ, അച്ഛന് വീട്ടിലേക്ക് പോയാൽ പോരായിരുന്നോ? അത് ശരിയാകത്തില്ല മോളെ. അവളവിടെ എത്തിയിട്ടുണ്ടാ വൈജ. അതുകൊണ്ട് ഇന്ന് പോയാൽ ശരിയാകത്തില്ല. നാളെ വേണം പോവാനായിട്ട്. അച്ഛാ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. മോളെ, നീ അത് പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാലോ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണമെന്നും എനിക്കറിയാം. അല്ല മോളെ, ആഹാരം കഴിച്ചായിരുന്നോ? ഇല്ലച്ചാ, കഴിച്ചില്ല. ഇവിടുത്തെ സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല. അതെ, എന്തെങ്കിലും വേണമെങ്കിലും അവിടെ പറയണം. മോള് മടിയൊന്നും കൂടാതെ അവിടെ ചെന്ന കാര്യങ്ങൾ സംസാരിക്കണം കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും സ്റ്റാലിയോട് പറയാൻ മടിക്കരുത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല അച്ഛാ. എനിക്കറിയാം നീ ആരോടും ഒന്നും പറയില്ലാന്ന്. അത് പിന്നെ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്ന സ്വാതന്ത്ര്യവും കാര്യങ്ങളും എനിക്കിവിടെ അങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇതാ ഇപ്പം നന്നായത്. അത് നിന്റെ സ്വന്തം അച്ഛനല്ലേ? ശരിയൊക്കെ തന്നെ. പക്ഷെ എനിക്കെന്തോ ഒരകൽച്ച ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞു. സാരമില്ല, അതൊക്കെ പതുക്കെ ശരിയാവും. ആദ്യമായിട്ട് കണ്ടേണ്ടതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്തിരി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. സ്റ്റാലിയുടെ സ്വഭാവം അറിയാലോ, ഒരു പട്ടാളക്കാരനല്ലേ. പട്ടാളം ചിട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. അതൊന്നും സാരമില്ല അച്ഛാ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അച്ഛന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഇല്ല. അച്ഛൻ ഫുഡ് കഴിച്ചോ? ഇല്ല, ഇനി വേണം കഴിക്കാനായിട്ട്. ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ടാ കിടക്കാവുള്ളൂ കേട്ടോ. ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യുന്നത്. അങ്ങനെ അലീന മുറിയിലിരുന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ആ സമയത്ത് ആൻ്റപ്പന നായ്ക്കളെ ഒക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പേര് വിളിച്ചപ്പോഴത്തേന് എല്ലാം കൂടെ ഓടിച്ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തനെ മാത്രം കാണുന്നില്ല. ഇതെവിടെ പോയി? അവൻ്റെ പേരും വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അലീന നോക്കിക്കഴിയുമ്പോൾ കട്ടിലിനടിയിൽ ഒരു മുറുമുല കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുത്തനവിടെ കയറി ഒളിച്ചിരിക്കുക. എടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ കള്ള. ഓഹോ, അപ്പം നീ ഇവിടെ വന്നിരിക്കുവായിരുന്നല്ലേ? നീ ആള് കൊള്ളാലോ. ഇതെപ്പോൾ ഇതിനകത്ത് കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അവനെ കൊഞ്ചിക്കുവാണ്. അപ്പോഴേക്കും ആൻ്റപ്പൻ, ഓഹോ നീ ഇവിടെ ആയിരുന്നില്ലേ, ഇവിടെ വാടാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. അനസ്തേഷ്യ നായാണ്. അപ്പോഴേക്കും അവനങ്ങോട്ട് ചെല്ലുക. അല്ല കുഞ്ഞിനെ നായ്ക്കളെ ഒന്നും പേടിയില്ലേ? എന്തിന്? അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴില്ല. എന്നാലും ഇതെങ്ങനെ? സാധാരണഗതിയിൽ ആരുടെ അടുത്ത് ഇണങ്ങുന്നതല്ല. എന്നിട്ട് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, എനിക്ക് പണ്ട് മുതലേ നായ്ക്കളെയൊക്കെ ഭയങ്കര കാര്യമാണ്, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. എന്തൊരു സ്നേഹമാണ് ഈ വിറ്റകൾക്ക് മോളോടെന്നൊക്കെ പറഞ്ഞിട്ട് ആനപ്പനെ അവനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. അലീന അവരെ നോക്കണേ, എത്ര സ്നേഹമുള്ളതാ നായ്ക്കള്. മൃഗങ്ങളെ വെച്ച് ഏറ്റവും സ്നേഹമുള്ള നായ്ക്കൾക്കാന്ന് പറഞ്ഞാൽ ശരിയാ. തിന്നുന്ന ചോറിന് നന്ദി കാണിക്കും, കൂറ് കാണിക്കും.
ആ ഒരു ചിന്ത അല്ല എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വന്നിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി തൻ്റെ അരിയിലേക്ക് വന്ന ഈ നായ്ക്കളാണ്, തനിക്ക് കൂട്ടായിട്ട് ഇവരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി. അതേസമയം വാലിന് തീ പിടിച്ച അവസ്ഥയിലാണ് വൈജ. ബാലേന്ദ്രൻ വരുമ്പോൾ ഇത് ചോദിക്കാതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. ഒന്നും രണ്ടുമല്ല, 10-15 ലക്ഷമാണ്. പോരാഞ്ഞിട്ടോ 10-17,000 രൂപയുടെ ഡ്രസ്സും അതിന് മാത്രം അവൾക്ക് എന്തിനാ വാങ്ങിച്ചു കൊടുത്തു വിടുന്നേ? ചോദിച്ചു കഴിഞ്ഞപ്പം മക്കളെല്ലാം അവളുടെ പക്ഷത്ത് നിൽക്കുന്നു. അവളെന്തോ കൈവശം കൊടുത്ത് എല്ലാവരെയും കൈയടക്കി വെച്ചിരിക്കുക. ബാലേന്ദ്രൻ വരട്ടെ, ചോദിച്ചിട്ട് എൻ്റെ കാര്യം. അപ്പോൾ ബാലേന്ദ്രൻ അന്ന് വരില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ലോ. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് ബാലേന്ദ്രനെ വിളിക്കുകയാണ്. അച്ഛായി എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. അതെ, അച്ഛൻ ഇന്ന് വരില്ല മോളെ, ഞാൻ രോഹിത്തിനോട് പറഞ്ഞായിരുന്നല്ലോ. രോഹിത്തേട്ടൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അവനോട് ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പോഴൊന്ന് വരുവുള്ളെന്ന്. അതെ, ഞാൻ നാളെയും കൂടെ എത്തിയേക്കാം കേട്ടോ. അല്ല, അച്ഛനപ്പം ഇന്ന് എവിടെയാ? അതെ, ഞാനിവിടെ റൂം എടുത്തിട്ടുണ്ട്. ടയേർഡായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര. അത് സാരമല്ല അച്ഛാ, എങ്കിൽ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ബബിതയോട് പോയി പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബബിത രോഹിത്തിനെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വരുവാണ്. വൈജയെ പോയി വിളിച്ചു. ഞാൻ വന്നോളാം, കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആഹാരം കഴിക്കാനിരുന്നെങ്കിലും അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഇന്നലെയൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഇരുന്ന് ആഹാരം കഴിച്ചാൽ പെട്ടെന്നൊരു ദിവസം ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന പോലൊക്കെ കഴിക്കണമെന്ന് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വൈജയന്തി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് കണ്ടു. വൈജയന്തിക്ക് മനസ്സിലായി ഹലീന ഇല്ലാത്തതിൻ്റെ കുറവാണ്. ഹലീന പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ വിഷമം, ഒരു വേലക്കാരി പോയതിൻ്റെ സങ്കടം, അതും പോരാഞ്ഞിട്ട് 10-15 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ട് അവൾ ഇവിടെ ഒന്ന് പോയിരിക്കുന്നു. ആ ഒരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ. വൈജ വന്നു കഴിഞ്ഞപ്പോൾ ബബിത ആഹാരം എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വൈജ പറഞ്ഞു, ഞാൻ അടുത്ത് കഴിച്ചോളാം, എൻ്റെ കൈക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ബബിത തർക്കിക്കാനൊന്നും പോയില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ച് അവർ പ്ലേറ്റ് എല്ലാം കഴിച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് പോകുന്നത്. അതൊക്കെ വൈജയന്തി നോക്കുക. വൈജയന്തിക്ക് ഒരു അത്ഭുതമായിരുന്നു. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റ് അവിടെ ഇട്ടിട്ട് പോകുന്ന സ്വഭാവമായിരുന്നു. ജോലിക്കാരുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എല്ലാം വെച്ചിട്ട് പോകുന്നു. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന ബാഗ് സാധനം ടേബിളിലിടും, ഡ്രസ്സൊക്കെ ഊരി അവിടെ ഇവിടെ എല്ലാം പറിച്ചിടും. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമില്ല. അതെല്ലാം അലീനെ പഠിപ്പിച്ച ക്ലാസ്സുകളായിരുന്നു. അലീന കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതായ കാര്യങ്ങൾ. എന്തിനേറെ പറയുന്നു, രോഹിത്ത് പോലും അതുപോലെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്, നല്ല രീതിയിൽ. ബബിതയും കൃഷ്ണമോളും അവരെല്ലാവരും കൂടെ പരസ്പരം ഓരോ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു കഴിയുമ്പോൾ വൈജയന്തി അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. സാധാരണ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ബബിത ഒരിടത്ത് ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, കൃഷ്ണമോൾ ഇപ്പുറം വന്നിരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു എന്നൊരു ചിന്തയുണ്ടായി. ഈ സമയത്ത് അലീനയ്ക്കാണ് വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ. ഒരു 8 മണി കഴിഞ്ഞ് ഇപ്പം തന്നെ അലീന ഓർത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അലീന പതുക്കെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ആരോടെ അങ്ങ് പോകണം. അപ്പം വലിയ വീടല്ലേ, ഇതെവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിൽ എവിടെ ഇരുന്ന് മദ്യപിക്കുന്ന കണ്ടു. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഇതെന്താ ഭാരോ എന്നൊരു ചിന്തയായിരുന്നു. അലീന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോഴത്തേന് സ്റ്റാലിനെ വിളിച്ചു. അലീന മൈൻഡ് ചെയ്തില്ല. അലീന മുറിയിലേക്ക് പോന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാലിനെ അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ വിളിച്ചിട്ട് എന്താ നീ മിണ്ടാത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് മദ്യപിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ടാണോ? എൻ്റെ സ്വഭാവം, അത് മാറ്റാൻ പറ്റില്ല. എനിക്ക് പണ്ട് മുതലുള്ള ശീലം അത്. ഒരാൾ വന്ന് പറഞ്ഞാലൊന്നും പെട്ടെന്ന് അത് മാറ്റാൻ പറ്റുന്നില്ല. അലീനന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതെ, നിനക്ക് വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവിടെ ഒരു ടൈമുണ്ട്, ആ ടൈമിന് തന്നെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അതിപ്പോൾ വിശക്കുന്നില്ലേ പിന്നെ സമയത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ? വിശക്കുന്നില്ലേ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ശരിയായിക്കോളും, നീ വാ കഴിക്കാൻ വരാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. വിശക്കുന്നില്ല പിന്നെ ഇപ്പം നിർബന്ധിച്ചു കൊണ്ടാ കഴിപ്പിക്കുമോ? ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്ന അലീനയ്ക്ക്. ഒടുവിൽ അലീന എന്ത് ചെയ്തു? കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഇതേസമയം മണിശങ്കർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരനും ഗംഗാധരനും ഒക്കെ കാര്യങ്ങൾ തിരക്കാണ്. അവിടെ ചെന്നിട്ട് എന്തായി എങ്ങനെയായി അലീന പോയതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേനും മണിശങ്കർ പറഞ്ഞു, ഇതൊരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല ആൻറ്റി, മിക്കവാറും പോയതുപോലെ തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അച്ഛാ. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? ആൻറ്റി അവിടെ ചെന്ന് വീണ്ടും പഴയതുപോലെ ഭരണം തുടങ്ങിയിട്ടുണ്ട്. ബാബിതയും കൃഷ്ണമോളൊക്കെ ആകെപ്പാടെ അടഞ്ഞു നിൽക്കുക. അതുമാത്രമല്ല, അങ്കിൾ അലീനയ്ക്ക് 15 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിക്കൊടുത്തു, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തിരിച്ചു വെക്കുന്നുണ്ട്. അങ്കിളിൻ്റെ മുറിയിൽ കയറി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്കിള് വരുമ്പം ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഗംഗാധരൻ പറഞ്ഞു, ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടാത്? ഇവളിത് മിക്കവാറും എല്ലാം കുളമാക്കുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ. അതെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മിക്കവാറും പോയതുപോലെ തന്നെ ആൻറ്റി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാണുന്നുണ്ട്. എന്തെങ്കിലും ആൻറ്റി ചോദിച്ചോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അങ്കിൾ കൊടുക്കുകയും ചെയ്യും.
ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഇവൾക്ക് അടങ്ങി ഒതുങ്ങി എവിടെയും ഇരുന്നാൽ പോരെ. അവൾക്ക് കൊടുത്തതിൻ്റെ കണക്ക് ഇവൾക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? അത് ഇവളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ എടുത്തല്ലോ കൊടുത്തേ. എൻ്റെ പൊന്നച്ച, അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആൻറ്റിയുടെ വായിന്ന് വരുന്ന ഭാഷ കേൾക്കണം. പക്ഷെ എൻ്റെ പൊന്നോ ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് ദേഷ്യം കേട്ട് ഞാനിങ്ങോട്ട് പോന്നു. അതും പറഞ്ഞിട്ട് മനു അങ്ങോട്ട് കയറിപ്പോയി. ഗംഗാധരൻ പറഞ്ഞു, വൈജയന്തിയുടെ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. ഇനിയിപ്പോൾ ബാലയെ തന്നെ ചൊറിയാനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ പക്ഷത്ത് നിന്ന് വൈജയന്തിയെ കുറ്റപ്പെടുത്തുമെന്ന് പറയും. ഇനിയിപ്പോൾ അയാൾ വന്നു കഴിയുമ്പോൾ അവളത് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ഗംഗാധരൻ പറഞ്ഞു, വരുന്ന എന്താ വെച്ചാൽ അവൾ അനുഭവിക്കട്ടെ, അല്ല അതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണം. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.